ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th യൂണിറ്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ആണ്. അതായത് ഒരു ഇവൻറ്റ് നടക്കാൻ m ചാൻസസ് ഉണ്ട്, വേറൊരു ഇതിൽ n ചാൻസസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എന്ന് പറയുന്നത് m × n ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പെട്ടിയിൽ 5 മുത്തുണ്ട്, മറ്റേതിൽ 3 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എന്ന് പറയുമ്പോഴേക്കും 5 × 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. ഞാൻ റോസ് എന്നുള്ള വാക്കെടുത്തു, അതിൽ 4 ലെറ്റേഴ്സ് എടുത്തു, എന്നിട്ട് ഞാനതിനെ അറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ്, ഈ 4 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഒരു തവണ മാത്രമേ അത് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം 4 ഉണ്ട്, അതൊരൊറ്റ തവണ മാത്രമേ വരാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര തരത്തിൽ പെയേഴ്സ് എഴുതാമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സെറ്റിൽ 4 വരാം. ഈ 4 ഒരെണ്ണം ഇവിടെ വരാം, 4 വരാം. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽ അത് ഒരെണ്ണം അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ സെക്കൻഡ് സെറ്റിൽ 3 വരുള്ളൂ. ഓക്കെ, കാര്യം 4 ഒരെണ്ണം അവിടെ ഫിക്സ്ഡ് ആയി, അപ്പോൾ ബാക്കി 3 വരത്തുള്ളൂ. ഇവിടെ 2 ഫിക്സ്ഡ് ആയ സ്ഥിതിക്ക് ഇവിടെ 2, ബാക്കി തന്നെ 1 ഇവിടെ. ഓക്കെ, അപ്പോൾ 4 × 3 × 2 × 1 24 തരത്തിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ. ഇനി റിപ്പീറ്റേഷൻ അലൗഡ് ആണ്, അതായത് ഉപയോഗിച്ച ലെറ്റർ തന്നെ പിന്നെയും ഉപയോഗിക്കാം, കുഴപ്പമില്ലെങ്കിൽ 4 പെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിൽ 4 ഉപയോഗിക്കാം, മറ്റേതിൽ 4 ഉപയോഗിക്കാം, അങ്ങനെ 4ലും 4 വെച്ച് ഉപയോഗിക്കാം. അത് 4⁴ ചാൻസസ് അതിന് അവൈലബിൾ ആണ്. ഇനി വേറൊരു കണക്ക് നോക്കാം. എൻ്റെ കയ്യിൽ 5 ഡിജിറ്റ്സ് ഉണ്ട്, 1 2 3 4 5. അപ്പോൾ എനിക്ക് അതിനെ 3 പ്ലേസസിലായിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഷൻ അലോ ചെയ്യുമ്പോഴും നോട്ട് അലോ ചെയ്യുമ്പോഴും എത്ര പെയേഴ്സ് പോസിബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റിപ്പീറ്റേഷൻ അലോ ചെയ്താൽ ആദ്യത്തെ 5 അത് 3 വരും. അപ്പോൾ 5 × 5 × 5 5³ ചാൻസ്. ഇല്ല, റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, ഒറ്റത്തവണ മാത്രമേ നമ്പർ യൂസ് ചെയ്യാൻ പാടില്ലെങ്കിൽ ആ 5 ഒരെണ്ണം ഫസ്റ്റ് വരും, പിന്നെ 4 വരും, പിന്നെ 3 വരും. അതായത് 60 പെയേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ എല്ലാത്തിലും ഒരേ നമ്പർ തന്നെ വരും. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നമ്മൾ ചെയ്യുക. എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഒരു കൃത്യമായ ഓർഡറിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ ലെറ്റേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പെർമ്യൂട്ടേഷനിൽ റിപ്പീറ്റേഷൻ പാടില്ല, ഒരേ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പെർമ്യൂട്ടേഷൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് NPR എന്നാണ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ്റെ നൊട്ടേഷൻ. ഇനി അവിടെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഫാക്ടോറിയൽ. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആശ്ചര്യ ചിഹ്നം പോലെയാണ് ഫാക്ടോറിയൽ ഇടുക. അപ്പോൾ n ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ n ഇട്ടാലും മനസ്സിലാകത്തില്ല, സോ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുക്കാം. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1 ആണ്. ഇത് കാണുമ്പോൾ തന്നെ എന്താണ് ഫാക്ടോറിയൽ എന്ന് മനസ്സിലാവും. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് 1 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ബാക്കിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആയിരിക്കും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. 2 ഫാക്ടോറിയൽ 2, 1 ഫാക്ടോറിയൽ 1. അതേസമയം 0 ഫാക്ടോറിയൽ 0 അല്ല, അത് 1 ആയിരിക്കും. ഓക്കെ, 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 × 4 × 3 × 2 × 1, അതാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റൂള് നോക്കാം. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 × 3 × 2 × 1 എന്ന് വന്നു. ഈ 3 × 2 × 1 എനിക്ക് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 × 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി n ഫാക്ടോറിയൽ ഈക്വൽ ടു n × n - 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അത് ഒരു റൂളായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വരും വാല്യൂസ്. അപ്പോൾ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ 120, 5 × 4 20 × 3 60, 60 × 2 120, 120 × 1 120. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ ഓഫ് ഫാക്ടോറിയൽസ് ആക്കി സിമ്പിളാണ്. 7 ഫാക്ടോറിയൽ - 5 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയലിൻ്റെ വില കാണുക, 5 ഫാക്ടോറിയലിൻ്റെ വില കാണുക, കുറയ്ക്കുക. ഇനി 7 ഫാക്ടോറിയൽ / 5 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിലോട്ട് എഴുതുക. 7 ×
6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതുന്ന സ്ഥലത്ത് 5 ഫാക്ടറിയൽ എന്ന് എഴുതിയാൽ മതി. ബൈ 5 ഫാക്ടറിയൽ. 5 ഫാക്ടറിയൽ 5 ഫാക്ടറിയലും കട്ട് ചെയ്ത് 6 7s are 42. അങ്ങനെ ചെയ്യാം. ഇനി 8 ഫാക്ടറിയൽ ബൈ 6 ഫാക്ടറിയൽ 2 ഫാക്ടറിയൽ. അപ്പം എങ്ങനെ ചെയ്യാം? 8 ഫാക്ടറിയലിന് എനിക്ക് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടറിയൽ ബൈ 6 ഫാക്ടറിയൽ 2 ഫാക്ടറിയൽ. ഓക്കെ, അപ്പോൾ 6 ഫാക്ടറിയൽ രണ്ടും കട്ട് ചെയ്യുക. അപ്പോൾ 8 ഇൻറ്റു 7 56/2 28. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ വരുന്നത്. ഇനി ഒരു പൊടിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യം നോക്കാം. 1/8 ഫാക്ടറിയൽ പ്ലസ് 1/9 ഫാക്ടറിയൽ ഈക്വൽ ടു x/10 ഫാക്ടറിയൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/8 ഫാക്ടറിയൽ അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ 9 ഫാക്ടറിയൽ എനിക്ക് 9 ഇൻറ്റു 8 ഫാക്ടറിയൽ എന്ന് എഴുതാം. 10 ഫാക്ടറിയൽ എനിക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടറിയൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലായിടത്തും 1/8 ഫാക്ടറിയൽ കോമൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതിനെല്ലാം കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1/9 വരും, ഇവിടെ x/90 വരും. ഓക്കെ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ആക്കും. 9 + 1/9 ഈക്വൽ ടു x/90. ഓക്കെ, അപ്പോൾ 10/9 ഈക്വൽ ടു x/90. 9ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 90 കിട്ടി. അപ്പോൾ 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100 കിട്ടും. അപ്പോൾ 100 ആണ് അതിൻ്റെ ആൻസർ. ഇതേപോലെ തന്നെ നമുക്ക് വേറെ കണക്കും ചെയ്യാം. 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതേ മോഡലിൽ തന്നെയാണ് അതും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു കണക്ക് നോക്കാം. 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക 6 ഫാക്ടറിനെ പുറകിലേക്ക്. ഓക്കെ, നമ്മൾ വലുതിനെ ചെറുതാക്കാനല്ലേ നോക്കേണ്ടത്. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടറിയൽ ബൈ 2 ഫാക്ടറിയൽ. 2 ഫാക്ടറിയലും 2 ഫാക്ടറിയലും കട്ട് ചെയ്യുക. ഇത്രയും ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ആ റോസ് എന്നുള്ള വാക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ വാക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഗസ് ചെയ്യാൻ പറ്റിയത്. വലിയ വലിയ വാക്കുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ 0 r ഈക്വൽ ടു n. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. n എന്ന് പറയുന്നത് എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എത്ര നമ്പർ ഉണ്ട്. r എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേറെ ഡെറിവേഷൻ ഉണ്ട്. r 0 ആകുന്ന സമയത്ത് NP 0 വരും. NP 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി NPN അത് n ഫാക്ടോറിയലും ആയിരിക്കും. ഓക്കെ, ഇതിൽ ആറിന് പകരം n വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേഷൻ ആകും. അത് കാണിക്കുന്നില്ല. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് വന്നാൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന് 5നെ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. അപ്പോൾ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 5 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് സംഭവം. ഇനി വേറെ റൂൾ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ NPRന് പകരം n⁻r എന്ന് എഴുതാം. ഇപ്പോൾ റോസ് എന്നുള്ള വാക്കിൽ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ